ഞാൻ നിങ്ങൾക്ക് പ്രഡിക്ഷൻ പറഞ്ഞു തരട്ടെ. മേ ബി ഈ ഒരു പ്രഡിക്ഷൻ വർക്ക് ആവാൻ ഹൈ ചാൻസ് ആണ്. ഒരു 5 വർഷം കഴിയുമ്പോഴത്തും നിങ്ങളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്, അതായത് നിങ്ങളുടെ കോളേജൊക്കെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും പല പല കാറ്റഗറിയിലേക്ക് പോകും. ലൈക്ക് ചിലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ചിലവർ എന്തെങ്കിലും ജോലിക്കോ, അതായത് ഹൈ പേയിങ് ആയുള്ള എന്തെങ്കിലും ജോലി പഠിച്ച് അതിനുള്ള അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ എന്താണ്, ചിലവർ 95 ജോബ്സ് ഒക്കെ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് ക്യാഷിങ്ങളൊക്കെ ഏൺ ചെയ്ത് റോൾ ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും. ആൻഡ് ഇതിലൊക്കെ പെടാത്ത ഒരു കാറ്റഗറി ഉണ്ട്. അതായത് അവർക്ക് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെയൊക്കെ പഠിച്ച് പാസ്സാവും, അല്ലെങ്കിൽ ഇനിയും സപ്ലിയും കിട്ടി അവിടെ എഴുതിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഇങ്ങനെ പാസ്സായിട്ട് അടുത്ത് എന്ത് ചെയ്യണം എന്ന് പ്രോപ്പറായിട്ട് പ്ലാനിങ് കാണില്ല. ഇപ്പം നമുക്കൊരു ജോലിക്ക് കിട്ടാനും അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേണമല്ലോ. സോ അപ്പോൾ അവർ ചിന്തിക്കും ഇനി എന്ത് ചെയ്യും. അവരുടെ കയ്യിൽ ഏറ്റവും പ്രശ്നം അവരുടെ കയ്യിൽ പൈസ ഇല്ല, ആൻഡ് അടുത്ത മുന്നോട്ട് എന്ത് പോകുന്നുള്ള ഐഡിയ ഇല്ല, കൂടെയാണെങ്കിൽ ആരും കാണില്ല. സോ അവരും അവരുടെ പേരൻസും എല്ലാം ഒറ്റയ്ക്കായിരിക്കും. പേരൻസിൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും കാണില്ല. അപ്പോൾ ചിന്തിക്കും എങ്ങനെ ഇനി ക്യാഷ് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിന് ഊരിയെടുക്കാം, എങ്ങനെ അത്യാവശ്യം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം ടൈം ചുമ്മാ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഏൺ ചെയ്യണമെങ്കിൽ, നിങ്ങളിപ്പോൾ കോളേജ് പഠിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് നിന്ന് തന്നെ അത്യാവശ്യം ഫിനാൻഷ്യൽ ഫ്രീഡം സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടി വരും. കാരണം അത് പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടാൻ മേ ബി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാം. നിങ്ങൾ അത്യാവശ്യം നല്ല അടിപൊളി സ്കില്ലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാം. അല്ലാത്തവരൊക്കെ ആണെങ്കിൽ നോക്കി ഒരുപാട് പോകണ്ടേ ജോലി കിട്ടാനായിട്ട്. നമ്മുടെ റെസ്യൂമെ തയ്യാറാക്കി അവർ നോക്കി ഇന്റർവ്യൂ വിളിച്ച് അതും കിട്ടിയില്ലെങ്കിൽ അടുത്തത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ജസ്റ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോളേജ് ടൈമിൽ തന്നെ അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, നിങ്ങൾക്ക് അത്യാവശ്യം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊക്കെ സെറ്റ് അല്ലേ, നിങ്ങൾക്ക് പ്ലാൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടിയിരിക്കും ഇനി എന്ത് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇനി എന്ത് സ്റ്റാർട്ട് ചെയ്താലാണ് എനിക്ക് അത്യാവശ്യം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മതി. മേ ബി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കാൻ മറക്കണ്ട. സോ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ ഹൈ പോയിന്റ്സ് 2 മറക്കണ്ട. ഇനി ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് വീഡിയോ പോകാം. ഗൈസ്, നമ്മുടെ ഒരു കാറ്റഗറി 4 ടൈപ്പ് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് 4 പേസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോവാണ്. ഫസ്റ്റ് വൺ ഈസ് മൈൻഡ് സെറ്റ് ആൻഡ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, സോ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് വേണം. ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന അത്യാവശ്യം ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. എനിക്ക് പറ്റും. ഇപ്പം നിങ്ങൾ കോളേജ് പഠിക്കുന്നവർ കാണാം, അല്ലെങ്കിൽ 10th കഴിഞ്ഞവർ കാണാം, +1 കഴിഞ്ഞവർ കാണാം, +2 കഴിഞ്ഞവർ കാണാം. അപ്പോൾ ഒരു മൈൻഡ് സെറ്റ് വേണം, എനിക്ക് എന്തായാലും പറ്റും. ഇനിയുള്ള ദിവസങ്ങളിൽ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ടൈം പീരീഡ് തരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഏണിംഗ് സെറ്റ് ആക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം. രണ്ടാമത്തെ കാര്യം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. നിങ്ങളുടെ പ്രോബ്ലം ഇപ്പോൾ എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പൈസ ഉണ്ടാക്കാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടത്. ഞാനൊരു കാര്യം പറയാം, ഒരു 80% ആൾക്കാരും ഓക്കെ, കോളേജ് പഠിക്കുന്നവരായിക്കോട്ടെ, സ്കൂളിൽ പോകുന്നവരായിക്കോട്ടെ, 80% ആൾക്കാർക്കും ഡിപ്പെൻഡൻസിയാണ്. അതായത് ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യണം മറ്റുള്ളവർ, ലൈക്ക് നമ്മുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്. സോ അവരോടൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. ഫാദർ, മദർ, അമ്മ, അച്ഛൻ, അവരൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് ഫീസ് അടയ്ക്കണം, അതായത് നമ്മൾ കോളേജ് ഫീസൊക്കെ അടയ്ക്കാനായിട്ട് നമ്മൾ ഓഫ്കോഴ്സ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മൾ പാരൻസിന് ചെല്ലുന്നത്. സോ അവരായിരിക്കും പൈസ തരുന്നത്. ആൻഡ് ടൂർ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, അവർ തന്നെയാണ് പൈസ വാങ്ങിക്കുന്നത്. സോ വണ്ടിക്കൂലി വരെ, എക്സാമ്പിൾ വണ്ടിക്കൂലി വരെ നമ്മൾ അവരെ നോക്കിയാണ് പോകുന്നത്. അപ്പം നമ്മൾ തിങ്ക് ചെയ്യുക, ഇപ്പം നമുക്ക് ഏൺസ് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും. അത്യാവശ്യം മന്ത്ലി ഒരു 2000 rupees ഒക്കെ സേവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് നിങ്ങൾക്ക് സേവിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് എൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, ഒരു ഡിപ്പെൻഡൻസിയാണ്. ഞാനിപ്പോൾ എൻ്റെ അമ്മയച്ഛനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ അമ്മയച്ഛനെ ഡിപ്പെൻഡ് ചെയ്യാൻ ജീവിക്കുന്നത്. സോ ആ ഒരു സംഭവം വേണം മാറ്റാനായിട്ട്. സോ അതാണ് മെയിൻ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് നിങ്ങൾക്കും പല പ്രോബ്ലം കാണാം, അത് നിങ്ങൾ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യും. സെക്കൻഡ് വൺ ഈസ് നിങ്ങൾക്ക് മന്ത്ലി എത്ര രൂപ ഏൺ ചെയ്യണം. നമ്മുടെ പ്രോബ്ലം ഉണ്ട്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് മന്ത്ലി നമ്മൾ എത്ര രൂപ ഏൺ ചെയ്യണം. ചിലപ്പോൾ 2000 rupees കിട്ടി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ 5000 rupees കിട്ടി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് പോകാൻ പറ്റുന്നവരുണ്ട്. ആൻഡ് ഇതൊക്കെ മറികടന്ന് ഒരു 10K rupees കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കത് 10K rupees കിട്ടിയാൽ മാസം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഫിനാൻഷ്യലി സെറ്റ് ആയിക്കൊണ്ട് 2K rupees മന്ത്ലി സേവും കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രമിക്കാനായിട്ട് പറ്റും, ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏത് കാറ്റഗറിയാണ്, നിങ്ങൾക്ക് ഒരു 2K rupees മതിയോ, അല്ലെങ്കിൽ 10K rupees മതിയോ, ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു 10K rupees ആണ് മാസം. ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം കോളേജ് ഫീസും അതുപോലെ തന്നെ എന്താണ് എനിക്ക് എൻ്റെ കാര്യങ്ങളും എൻ്റെ ചിലവൊക്കെ എനിക്ക് നോക്കാനായിട്ട് പറ്റും. എനിക്ക് പേരൻസ് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ അതെടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പൈസ നമുക്ക് ഇനി എങ്ങനെ കിട്ടും, നമ്മുടെ വേറെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല,
പ്യുവർ സ്കില്ലാണ്. ഓക്കെ, നമ്മളൊരു സ്കില്ല് പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു പൈസ നമുക്ക് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താണ് നമുക്ക് എത്ര രൂപയാണ് മാസം വേണ്ടതെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. സോ ഈ ഒരു പൈസ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു പൈസ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു സ്കില്ല് പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഒരുപാടധികം സ്കില്ല് കേട്ടിട്ടുണ്ടാവും. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഡിഗ്രി മാത്രം പോരാ, ഒരു സ്കില്ലും കൂടെ എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്നിരിക്കും. ഓക്കെ, ഇപ്പം എക്സാമ്പിളായിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ഒരു സ്കില്ലാണ്, വെബ് ഡെവലപ്മെന്റ് ഒരു സ്കില്ലാണ്, അങ്ങനെ ഒരുപാട് എഡിറ്റിങ്, കോഡിങ്, ഇതെല്ലാം ഒരു സ്കില്ലാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ ചൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി സ്കില്ല് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏണിംഗ് സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എത്ര മന്ത് എടുക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് phase 1 വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് ഒരു സ്കില്ലും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ സെറ്റ് ആക്കുക. ഇപ്പം ഞാൻ എഡിറ്റിംഗ് പറഞ്ഞല്ലോ, ജസ്റ്റ് യൂട്യൂബിൽ പോവുക, ബേസിക് എഡിറ്റിംഗ് ക്ലാസ് അടിക്കുക, അപ്പോഴത്തേക്ക് ഒരുപാട് എഡിറ്റിംഗ് ക്ലാസ് വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോവുക, ഗ്രാഫിക് ഡിസൈനിങ് എന്താണെന്ന് നോക്കാം. മലയാളത്തിലൊക്കെ ഒരുപാട് ക്ലാസ് ഉണ്ട്. ആൻഡ് ഗ്രാഫിക് ഡിസൈൻ എങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഏതൊക്കെ ഡിവൈസ് വേണം, സോ അതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുക. റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, ഫ്യൂച്ചറിലൊക്കെ നല്ല സെറ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം മുടക്കി നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു ഹൈ പെയിൻ ജോബ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് പഠിക്കണം, സോ നിങ്ങൾ യൂട്യൂബിൽ നോക്കുക എന്താണ് സംഭവം എന്നൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങളോട് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയതിന് ശേഷം അത് ഫ്രീ ക്ലാസ് ഒക്കെ ഒരുപാട് കാണാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചർ സെറ്റ് ആവാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു കോളേജ് ഡിഗ്രി ഒക്കെ കൊടുത്ത് പൈസയൊക്കെ പോകുന്നതൊക്കെ അത്രയും നല്ലതാണ്. ഈ ഒരു ചെറിയ സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഈ ഒരു സ്കില്ല് പഠിക്കാനായിട്ട് നമുക്ക് വലിയ ടൈമൊന്നും ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചാൽ മതി ഡെയിലി. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്കില്ല് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ചെയ്തിരിക്കണം. ഓക്കെ, ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മൈൽ സ്റ്റോൺ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു മൈൽ സ്റ്റോൺ ഫിക്സ് ചെയ്തല്ലോ, അതായത് മാസം 5K 10K നിങ്ങൾക്ക് ഏൺ ചെയ്യണമല്ലോ. സോ അത് ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. ആ ആക്ഷന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലൈക്ക് ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ഒരുപാട് സ്കില്ലിലേക്ക് പോകരുത്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ കോഡിങ് ചെയ്തു, മറ്റന്നാളെ ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യും, അല്ലെങ്കിൽ മറ്റന്നാളെ ട്രേഡിങ് ചെയ്യും. അങ്ങനെ ഓരോ ദിവസം പല സംഭവത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഒരു കാര്യം ചെയ്യുക, ഇപ്പം എനിക്ക് വെബ് ഡെവലപ്മെന്റ് പഠിക്കണം, വെബ് ഡെവലപ്മെന്റ് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ് ഉണ്ട്. ആൻഡ് നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ഒരുപാട് കോഴ്സ് എടുക്കാൻ പറ്റും. ബട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിത് പറ്റും. ഓക്കെ, അതായത് നിങ്ങളെല്ലാം റിസർച്ചും കാള ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം വെളിയിലൊക്കെ പോയിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് നിങ്ങൾക്ക് തിയററ്റിക്കലായാലും പ്രാക്ടിക്കലായിട്ടും അവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ നോക്കി കണ്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി കോഴ്സ് കിട്ടുന്നതായിരിക്കും. ബട്ട് ഓൺലൈൻ കോഴ്സ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം തെറ്റല്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ഡോണ്ട് ബി എ ട്യൂട്ടോറിയൽ ജങ്ക്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് സ്കിൽസ് പറഞ്ഞല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണോ, എനിക്ക് വെബ് ഡെവലപ്മെന്റ് പഠിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കണം. നേരെ നിങ്ങൾ യൂട്യൂബിൽ എടുക്കും വെബ് ഡെവലപ്മെന്റ് മലയാളം ക്ലാസ്സോ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ക്ലാസ് എടുക്കും. അപ്പോൾ ഒരുപാട് ക്ലാസ് വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും എന്നാൽ പിന്നെ ഗ്രാഫിക് ഡിസൈൻ നോക്കാം. സോ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് രണ്ടും ഇഷ്ടപ്പെട്ട് ഇന്നത്തെ ഏതൊരു ചൂസ് ചെയ്യും. അതിന് രണ്ടും കമ്പയർ ചെയ്യുന്ന ശേഷം ഏതാണ് സെറ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് വെബ് ഡെവലപ്മെന്റ് ആണ് കുറച്ച് സെറ്റെങ്കിൽ നിങ്ങൾ അത് നോക്കും. ആൻഡ് നിങ്ങൾ നാളെ രാവിലെ നോക്കും വെബ് ഡെവലപ്മെന്റ് പഠിക്കാം, എടുത്ത് വെച്ച് ബുക്കൊക്കെ എഴുതി എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ സെറ്റാക്കി. പിന്നെ തോന്നും ഇതിനിപ്പോൾ വേണ്ട കുറച്ച് പാടൊക്കെ അല്ലേ. അതിനുശേഷം നമ്മൾ എന്താണ് അടുത്ത വീണ്ടും നമ്മൾ കോഡിങ് നോക്കും. അങ്ങനെ നമ്മൾ ട്യൂട്ടോറിയൽ കണ്ട് ഒന്നിലും ഉറപ്പിച്ചിരിക്കില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയാവും. അതായത് ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയത്തോലും ഇല്ല. ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് ഇത്രയും സമയം കളഞ്ഞതെന്ന്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നൊരു പ്ലാൻ തയ്യാറാക്കുക, നിങ്ങൾ എന്താണ് പഠിക്കാനായിട്ട് പോകുന്നതെന്ന്. സോ അത് പഠിക്കാനായിട്ട് ഡെയിലി 30 മിനിറ്റ് മാത്രം എടുത്താൽ മതി. ആൻഡ് ദെൻ അത് നിങ്ങൾ പഠിച്ച് തിയറി ആയാലും പ്രാക്ടിക്കൽ ആയാലും ഇങ്ങനെ സെറ്റായി പോവുക. ഓക്കെ, നിങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, നിങ്ങൾക്ക് എല്ലാ കാര്യവും അതിനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റാണ് മെയിൻ പോയിന്റ്, ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് ടൈം. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ രാത്രിയാണ് കാണുന്നത് രാവിലെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ടൈം ഫിക്സ് ആക്കുക. ഞാൻ ഡെയിലി ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ ഇന്ന് കണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നോട്ട്ബുക്ക് എടുക്കുക, ദെൻ യൂട്യൂബിൽ നിങ്ങൾ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സിന് പഠിക്കേണ്ടത് ജസ്റ്റ് റിസർച്ച് ചെയ്യുക. ആൻഡ് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും തയ്യാറാക്കി നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ അളക്കെ ഫിക്സ് ചെയ്തിരുന്ന് പഠിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് ടൈം. നമുക്ക് ഇപ്പം ചിലവരുണ്ട് ഇനിയിപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാം.
ഭക്ഷണം കഴിഞ്ഞിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ എത്ര ആയാലേ മോർണിംഗ് ആയിട്ട് ചെയ്യാം. ഗൈസ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ദിവസവും അതുപോലെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു നിങ്ങൾ അറിയൂല. നിങ്ങൾ അടുത്ത വർഷം എടുത്ത് ആലോചിച്ച് നോക്കും, ഞാൻ എന്തിനാണ് ടൈം കളഞ്ഞത്, ഞാൻ ഇപ്പം അന്നത് സ്റ്റാർട്ട് ആക്കിയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് അത്യാവശ്യമെങ്കിലും ഏൺ ചെയ്യാൻ പറ്റിയിരിക്കുമെന്ന്. ഗൈസ് ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കരുത്. ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഫെയിൽസ് ഒക്കെ വരും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഫെയിൽസ് വരുമ്പോൾ പഠിക്കും, ഇനി അത് ഫെയിൽ ആവില്ല. അത് ജസ്റ്റ് നിങ്ങൾ പൊക്കിക്കൊണ്ടെങ്കിൽ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം റവന്യൂ ജനറേറ്റ് ആക്കാൻ പറ്റിയിരിക്കും. ഗൈസ് നമ്മുടെ പേസ് 1 എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലായില്ലേ, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ മതി. അടുത്താണ് പേസ് 2. ഇതാണ് 6 മന്ത് പ്ലാൻ ആണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ തരുന്നുണ്ട്. ഈ ഒരു 6 മന്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫിനാൻഷ്യലി ഫ്രീഡം കിട്ടുന്നതായിരിക്കും. അത് വെറുതെ നമ്മൾ പറയുന്നതല്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. കാരണം 6 മന്ത് പ്രോപ്പർ പ്ലാൻ തരുന്നത്. നിങ്ങൾ ഈ ഒരു സ്കില്ല് വർഷങ്ങളും മാസങ്ങളെടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളിപ്പോൾ നോട്ടും അതുപോലെ എല്ലാ സംഭവം എടുത്തോ, ഞാൻ കറക്റ്റ് മാസം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ മാസം കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇത് സ്കിൽ ബേസ് സംഭവമാണ്, അല്ല വേറെ സംഭവം നമ്മൾ പറയുന്നില്ല. ആദ്യത്തെ 2 മാസം, ഈ ഒരു 6 മാസത്തിൽ ആദ്യത്തെ 2 മാസം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം സ്കില്ല് പഠിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ സ്കില്ല് പറഞ്ഞല്ലോ. അപ്പോഴത്തെ ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ ചൂസ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് വെബ് ഡെവലപ്മെന്റ്, അതൊരു സ്കില്ലാണ്. ആ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചു കൊണ്ടിട്ട് പോവാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു മാസം ആണെങ്കിൽ നിങ്ങൾ ഡേറ്റിംഗ് സെറ്റാക്കി വെച്ചോ. ഈ ഒരു മാസം തൊട്ട് കറക്റ്റ് 2 മാസം നമ്മൾ എന്താണ് സംഭവം എല്ലാം പഠിക്കാനായിട്ട് പോവാണ്. ഡെയിലി അരമണിക്കൂർ എടുത്തതിന് ശേഷം ജസ്റ്റ് വെബ് ഡെവലപ്മെന്റ് പഠിക്കാനുണ്ട്. വെബ് ഡെവലപ്മെന്റിന്റെ ക്ലാസ്സുകളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ബുക്കൊക്കെ എടുത്ത് തിയറിയും പ്രാക്ടിക്കൽ എല്ലാ സംഭവം നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ അരമണിക്കൂറത്തെ പഠിത്തം കഴിഞ്ഞ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യും? അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമ്മൾ അരമണിക്കൂറാണ് പഠിക്കരുതെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ആണ് 50% ലേണിംഗ് ആൻഡ് 150% ഇംപ്ലിമെന്റേഷൻ. അതായത് അരമണിക്കൂർ പഠിക്കാതിരുന്നാൽ നമ്മൾ 1.5 മണിക്കൂർ അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പറഞ്ഞ് മനസ്സിലായാലും വെബ് ഡെവലപ്മെന്റ് നിങ്ങളിപ്പോൾ അരമണിക്കൂർ പഠിച്ചെന്ന് വെച്ചു, ആൻഡ് ആ അരമണിക്കൂർ പഠിച്ചതെല്ലാം നിങ്ങൾ 1.5 മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ടൈമും ഇതിനനുസരിച്ച് ചുരുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് ഒരു ദിവസം നിങ്ങൾ പഠിക്കുക, പ്രാക്ടിക്കലും തിയറിയെല്ലാം പഠിക്കുക ഇരുന്നിട്ട് നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞു, എല്ലാം സെറ്റായി കഴിഞ്ഞു, ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അടുത്ത നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത 1.5 മണിക്കൂർ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ഈ ഒരു സംഭവം ഇംപ്ലിമെന്റേഷൻ ചെയ്യണം. അതായത് ഈ ഒരു സംഭവം നിങ്ങൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ഡെയിലി 2 മണിക്കൂർ മാറ്റി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു 2 മാസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലിൽ മാസ്റ്റർ ആവാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഒരിക്കലും ഇത് ഈസി വേ അല്ല. ആൻഡ് മന്ത് 3 നമ്മൾ ഫസ്റ്റ് മന്തും സെക്കൻഡ് മന്തും എടുത്ത് ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് നമ്മൾ മന്ത് 3 വരെയാണ്. മന്ത് 3 ആണ് പോർട്ട്ഫോളിയോ. ഈ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. നിങ്ങൾ ക്ലയന്റിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമല്ലോ, അത് നമ്മൾ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യണം. ഈ ഒരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പോർട്ട്ഫോളിയോ മസ്റ്റ് ആയിട്ട് വേണം. ഈ ഒരു പോർട്ട്ഫോളിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നമ്മൾ കാണിക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്തു. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാണ്ട് വരും. ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഫുൾ സ്റ്റാക്ക്, അങ്ങനെ പല സംഭവമുണ്ട്. ഇപ്പം എക്സാമ്പിൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് എന്തൊക്കെ ചെയ്തു ആ ഒരു സംഭവമൊക്കെ നമുക്ക് റെഡിമെയ്ഡ് വെക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഒരു വീഡിയോ നിങ്ങൾ റീഎഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ പുതിയ വീഡിയോകൾ മേക്ക് ചെയ്തോ, സോ അങ്ങനെയൊക്കെ നമുക്കൊരു അടിപൊളി പോർട്ട്ഫോളിയോ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. റാൻഡമായിട്ടൊന്നും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യരുത്, അടിപൊളിയായിട്ട് നമുക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, പോർട്ട്ഫോളിയോ അങ്ങനെ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. വീഡിയോ ആണെങ്കിൽ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അറിയാന്നുള്ളവർ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അടിപൊളി തന്നെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യുക. കാരണം നമ്മൾ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം വേണം, എന്നാൽ മാത്രമേ ക്ലയന്റ് അപ്രോച്ച് ചെയ്യുകയും നമ്മുടെ ഉദ്ദേശിക്കുന്ന ക്യാഷിങ്ങളൊക്കെ കിട്ടുകയും ചെയ്യുള്ളൂ. നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ മനസ്സിലായല്ലോ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എത്ര വീഡിയോ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം എന്തൊക്കെയാണ് ചെയ്തത്, ഒരു വീഡിയോ നിങ്ങൾ റീ എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്തോ, അത് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ആയിട്ട് നിങ്ങൾക്ക് റെഡിമെയ്ഡ് വെക്കാം. അത് നമുക്ക് എന്താണ് ക്ലയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇവർക്ക് അയക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്ന ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ഒക്കെ നിങ്ങൾ പ്രൊഫഷണൽ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ആൻഡ് നമ്മൾ പോർട്ട്ഫോളിയോ തയ്യാറാക്കിയത് 3-ാം മാസത്തിലാണ്. സോ അടുത്ത 4-ാം മാസം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഔട്ട്റീച്ച് ആണ്. അതായത് നമ്മൾ നമ്മുടെ ക്ലയന്റിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ക്ലയന്റ് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം എന്തിനാണ്? നമുക്ക് ക്യാഷ് കിട്ടാനായിട്ടാണ്. സോ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ദ 4th മന്ത് ഓക്കെ, ഒരു 4-ാം മാസത്തിലാണ് നമ്മൾ ക്ലയന്റിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലയന്റ് അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ പല പല പ്ലാറ്റ്ഫോംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് പറ്റിയ ക്ലയന്റ്, ഇപ്പം നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ ആ ഒരു വീഡിയോ എഡിറ്റിംഗ് വേണ്ട ക്ലയന്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ലൈക്ക് ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ വീഡിയോസുകളൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു എഡിറ്ററിന് എന്ത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അവരെ DM ചെല്ലുക, എന്നിട്ട് പറയുക ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ പറയാം, നമുക്ക് ടോക്ക് ചെയ്യാം,
അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. സോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് നിങ്ങൾക്ക് ആ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആ ഒരു കോൺവെർസേഷൻ കാര്യങ്ങളെ കണ്ടിന്യൂ ചെയ്തതിനു ശേഷം അവർക്ക് ഇഷ്ടമുള്ള എന്താണ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഔട്ട് റീച്ചും കാര്യങ്ങളൊക്കെ. നമ്മളെ ക്ലയന്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ എന്താണ് നോക്കി ചൂസ് ചെയ്യുക. ആ ഒരു വർക്ക് വേണ്ട ക്ലയന്റിനെ മാത്രം നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആ റവന്യൂ കിട്ടാനായിട്ട് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റവന്യൂ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ പൊട്ടൻഷ്യൽ ആയുള്ള ക്ലയൻസിനെ മാത്രം സെലക്ട് ചെയ്യുക. അതായത് പവർഫുൾ ആയുള്ള ക്ലയൻസ്. നിങ്ങൾക്ക് ആദ്യമൊക്കെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഔട്ട് റീച്ച് എന്നുള്ള മെയിനാണ് സംഭവമാണ് ഫ്രീ സാമ്പിൾ. നമ്മൾ എപ്പോഴും നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫ്രീ സാമ്പിൾ ആയിട്ട് വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സാമ്പിൾ ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കണം. ഓക്കെ, DM നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ക്ലയന്റ് നമ്മൾ അപ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അയക്കാനുള്ള സാധനമാണ് ഈ ഒരു ഫ്രീ സാമ്പിൾസ്. ആൻഡ് മന്ത് 5th, അതായത് നമ്മുടെ 5ാം മാസത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലയന്റിനെ കിട്ടാനായിട്ട് പോവാണ്. അതായത് നിങ്ങൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആദ്യത്തെ റവന്യൂ നിങ്ങൾക്ക് 5ാം മാസത്തിൽ കിട്ടാനായിട്ട് പോവാണ്. സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തും അതുപോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതും ഇതെല്ലാം നിങ്ങൾക്ക് വെറുതെ ആവില്ല. 5ാം മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടാനായിട്ട് പോവാണ്. സിമ്പിൾ അല്ലേ? ഇപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ബട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്താലേ കിട്ടുള്ളൂ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് ക്ലയന്റ് എനിക്ക് ഫസ്റ്റ് ക്ലയന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1000 രൂപ കിട്ടും അത് നിങ്ങൾ വിചാരിക്കരുത്. ഫസ്റ്റ് ക്ലയന്റ് നമ്മുടെ എക്സ്പീരിയൻസ് ബേസ് ആണ്. അതായത് ഫസ്റ്റ് ക്ലയന്റ് നമ്മൾ ഒരിക്കലും വലിയൊരു എമൗണ്ട് ഒന്നും പേ ചെയ്യാനായിട്ട് നിർബന്ധിക്കരുത്. അതുപോലെ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റും ചെയ്യരുത്. നിങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവരെ കൺവീൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് റേറ്റ് ഒക്കെ പറയാം. ഓക്കെ, ലൈക്ക് 300 rupees or 200 rupees, 500 rupees, അങ്ങനെയൊക്കെ നിങ്ങളുടെ വർക്കിന്റെ ആ ഒരു ക്വാളിറ്റിയും അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം ആ ഒരു ക്ലയന്റ് കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് കോൺവെർസേഷൻ ചെയ്തിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് ക്ലയന്റ് ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഡൺ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഫസ്റ്റ് പേയ്മെന്റ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് അടുത്ത ആ ഒരു ക്ലയന്റ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ നിങ്ങൾ ഏതൊരു കമ്പനി കയറുമ്പോഴത്തേക്കും നിങ്ങൾ പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യമാണ്. കാരണം നമുക്ക് എത്രമാത്രം പ്രൂഫ് കിട്ടും അത്രയും മാത്രം ആൾക്കാർക്ക് ട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എത്രമാത്രം പ്രൂഫ് കിട്ടും അത്രമാത്രം ആൾക്കാർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. നമ്മൾ ഈ ഫ്രീലാൻസ് ജോബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൂഫാണ്, നോട്ട് ഫേക്ക് പ്രൂഫ്. നമ്മുടെ കയ്യിൽ ഒറിജിനൽ പ്രൂഫ് തന്നെ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ക്ലയന്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ് കിട്ടാണ്ട് പോവാണ്. സോ ആ ഒരു ഫസ്റ്റ് ക്ലയന്റ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും വലിയ എമൗണ്ട് നമ്മൾ നോക്കിയിരിക്കരുത്, അത്രയ്ക്കും സ്വപ്നം കാണരുത്. ഇത് ചെറിയ എമൗണ്ട് മാത്രം, അതായത് നിങ്ങളുടെ വർക്കിന് അവർ തരുന്ന എമൗണ്ട് നിങ്ങൾ കളക്ട് ആക്കുക. ദെൻ നിങ്ങൾക്കത് പ്രൂഫായിട്ട് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ആൻഡ് അത് നിങ്ങളുടെ പ്രൂഫാണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലായാലും നിങ്ങളുടെ അടുത്ത ക്ലയന്റ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കായാലും നിങ്ങൾക്ക് നല്ല റേറ്റിനായിട്ട് ഈ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയും. ദെൻ ഫൈനൽ മന്ത്, അതായത് നമ്മുടെ അവസാന മാസം നമ്മളിത് സ്കെയിൽ ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പൊ ഫസ്റ്റ് മന്ത് നമ്മളൊരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 500 rupees ആണ് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു ക്ലയന്റ് നമ്മൾ ക്ലോസ് ആക്കിയപ്പം നമുക്ക് 500 rupees ആണ് കിട്ടിയെങ്കിൽ അടുത്ത നമുക്ക് നെക്സ്റ്റ് മന്ത് എത്ര ക്ലയന്റ് നമ്മൾ ക്ലോസ് ആക്കണം, അതുപോലെ തന്നെ എല്ലാ സംഭവവും നമ്മുടെ പ്രൂഫ് സഹിതം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. നമുക്ക് എത്ര ക്ലയന്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എല്ലാ സംഭവം നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് നിങ്ങൾ എത്ര ക്ലയന്റ് നിങ്ങൾ ക്ലോസ് ആക്കിയിട്ടുണ്ട്, ഞാൻ പ്രൂഫ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ അതാണ് നിങ്ങൾ വർക്ക് കിട്ടാനായിട്ട് ഏറ്റവും നല്ല കാര്യം. അതായത് നിങ്ങൾ ടോക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പ്രൂഫ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലൈവ് പ്രൂഫ് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് വിശ്വാസം, ട്രസ്റ്റ് കൂടുന്നതായിരിക്കും. ട്രസ്റ്റ് കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള റേറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു ക്ലയന്റ് വർക്കും ഏറ്റവും കൂടുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. ഒരു മാസം നിങ്ങൾക്ക് 500 rupees ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം തന്നെ 5000 ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ക്ലയന്റ് അപ്രോച്ച് ചെയ്യുന്ന രീതിയും നിങ്ങളുടെ റേറ്റും പയ്യെ കൂട്ടി എന്താണ് നിങ്ങളുടെ ക്വാളിറ്റിയും അതെല്ലാം കൂട്ടി നിങ്ങൾക്ക് റേറ്റ് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് ഏർണിംഗ് സെറ്റ് ആകാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ പറയുന്നതൊക്കെ കുറച്ച് എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇത് എളുപ്പമല്ല, ഹാർഡ് തന്നെയാണ്. ഓക്കെ, അതായത് പാടാണ്. ഞാൻ അത് 100% പറയുന്നത് പാടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആദ്യത്തെ ഒരു 500 രൂപ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 1000, 5000 രൂപ നിങ്ങൾ ഏൺ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് കിട്ടും. ഞാൻ ഇത്ര ഏൺ ചെയ്തില്ല, പിന്നെ എന്തുകൊണ്ട് എനിക്ക് 10,000 രൂപയൊക്കെ ഏൺ ചെയ്തുകൂടാ? നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പോവാം. ഓക്കെ ഗൈസ്, നിങ്ങൾ എപ്പോഴും ക്ലയന്റ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ പ്രൂഫും കാര്യങ്ങളൊക്കെ വയ്ക്കുക. കാരണം നിങ്ങൾക്ക് ക്ലയന്റിനെ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ പ്രൂഫൊക്കെ വളരെ അത്യാവശ്യമാണ്. കാരണം അത് ഇന്ത്യൻ ലെവലായാലും ഇന്റർനാഷണൽ ലെവലായാലും ഫോറിൻ ലെവലായാലും. ഓക്കെ, ഫോറിൻ ലെവലൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണേക്കാളും അപ്പുറമായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ. അതുപോലെ നിങ്ങൾക്ക് പ്രൊഫഷണൽ തിരഞ്ഞെടുക്കാനും പറ്റും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി, നിങ്ങൾ ജസ്റ്റ് റാൻഡമായിട്ട് നിങ്ങൾ തള്ളി കളഞ്ഞിട്ട് പോകരുത്. ഓക്കെ, അങ്ങനെ നമ്മുടെ പേസ് 1ഉം 2ഉം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയാണ് പേസ് 3. പേസ് 3 വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ കുറച്ച് സ്കിൽസ് പറഞ്ഞുതരാം. ഈ ഒരു സ്കിൽസ് നമുക്ക് ഓൺലൈൻ വഴി പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്കിൽസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
വീഡിയോ എഡിറ്റിംഗ്. സോ ഈ വീഡിയോ എഡിറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് എന്താണ് ഓരോ ബിസിനസ് ഓണേഴ്സിനൊക്കെ നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് ക്ലയൻറ്റിനെ മാനേജ് ചെയ്തിട്ട് നമുക്ക് ക്യാഷിങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. വീഡിയോ എഡിറ്റിംഗ് ഒരു നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ബേസിക് ലെവൽ പഠിക്കാതെ തന്നെ അതിന് അഡ്വാൻസ് ലെവൽ പഠിക്കാണ്ട് ശ്രമിക്കുക. അതായത് എല്ലാ സംഭവം പഠിക്കാണ്ട് ശ്രമിക്കുക. കാരണം ഇനി അങ്ങോട്ട് എയും കാര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് 10 years അല്ലെങ്കിൽ 20 years ഒക്കെ നിങ്ങൾ നോക്കി ഈ വീഡിയോ എഡിറ്റിംഗ് എന്തൊക്കെയാണ് അതിന്റെ മാക്സിമം ലെവൽ അഡ്വാൻസ് ലെവൽ പഠിക്കാണ്ട് ശ്രമിക്കുക. എന്നൊരു കാര്യം പറയാനുള്ളൂ, ഞാൻ ഈ പറയുന്ന സ്കിൽസ് എല്ലാം നിങ്ങൾ ബേസിക് ലെവൽ പഠിക്കാതെ തന്നെ അഡ്വാൻസ് ലെവൽ പഠിക്കാണ്ട് ശ്രമിക്കുക. കാരണം ഐയും കാര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ എ നമ്മുടെ ജോബ് എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനായിട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആ ഒരു റിക്രൂട്ട്മെന്റ് കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു IT ഫീൽഡിലാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ അടുത്തൊരു 2 to 3 years കഴിയുമ്പോഴത്തേക്ക് ആ ഒരു IT ഫീൽഡിലെ സാധാ ക്വാളിഫിക്കേഷൻ എല്ലാവരും നോക്കാനായിട്ട് പോകുന്നത്. സാധാ ക്വാളിഫിക്കേഷൻ നോക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐയിൽ എത്രമാത്രം നോളജ് ഉണ്ടെന്ന് നോക്കും. അങ്ങനെയുള്ളവരെ മാത്രമേ ഞങ്ങളോട് ജോലിക്ക് എടുക്കാനായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റവന്യൂ ജനറേറ്റ് ആക്കാൻ പറ്റിയിരിക്കും. അതുപോലെ തന്നെ ഈ സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ ഈസ് വീഡിയോ എഡിറ്റിംഗ്. വീഡിയോ എഡിറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ തന്നെ കുറച്ച് ഡേഞ്ചർ ആണ്. ബട്ട് നിങ്ങൾ ആ ഒരു അഡ്വാൻസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റവന്യൂ ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സുകളൊക്കെ കാണാം. ദെൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നതിൽ മാത്രം ജസ്റ്റ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വെബ് ഡെവലപ്മെന്റ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ തോന്നും വന്നിരിക്കുകയല്ലേ, ഇതൊന്നും പഠിച്ചിരുന്ന കാര്യമില്ല. സോ ഗൈസ്, അങ്ങനെയൊന്നും അല്ല. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളൊരു ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ആൻഡ് ഇപ്പോൾ ലോക്കൽ ഷോപ്സിനൊക്കെ ഒരുപാട് വെബ്സൈറ്റ് ആവശ്യമാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ഇപ്പം മിക്കുള്ള ഷോപ്സിനും വെബ്സൈറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വെബ്സൈറ്റുകൾ ഡെമോ ആയിട്ട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോലെ ജിമ്മിൽ പോയിട്ടുണ്ട്. ഓക്കെ, ജിമ്മിൽ പോയതിനു ശേഷം നമ്മൾ പറയാണ്, ചേട്ടാ ഞാൻ വെബ്സൈറ്റ് ഉണ്ടാക്കി, സോ നിങ്ങൾക്ക് വേണോ? അപ്പോൾ പറയും, മോനെ എൻ്റെ ഓൾറെഡി വെബ്സൈറ്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ അവിടെ സെല്ലാവാനായിട്ട് പോകുന്നില്ല. നമ്മൾ ഇനി അടുത്ത ജിമ്മിൽ പോകും, അതെങ്ങനെ ജിമ്മ് പൊക്കോണ്ടിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ സാധാ വെബ്സൈറ്റിൽ മെക്കാനായിട്ട് പോകുന്നത്, ഇപ്പം അവരുടെ വെബ്സൈറ്റ്, ഓക്കെ, അവരുടെ പേര് അവരുടെ സംഭവങ്ങളെല്ലാം വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കി. ആൻഡ് അവരുടെ ഫീച്ചേഴ്സാണ് എഴുതില്ല. സോ അവർ കയറുമ്പോഴത്തേക്ക് തന്നെ അവരിന്ന് ഇമെയിൽ, ഫോൺ നമ്പറൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. സോ അതാണ് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. കളക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫീച്ചർ ആഡാക്കാനായിട്ട് പോവാണ്. സോ അതിൽ നിന്ന് തന്നെ അവർക്ക് ഓൺലൈനിൽ ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ നമുക്ക് ആഡ് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും. ഫ്രീ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രോ ഫീച്ചേഴ്സ് ആഡാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് പ്ലാൻ 299 ആണ്, സെക്കൻഡ് പ്ലാൻ 399 ആണ്, തേർഡ് പ്ലാൻ 1000 ആണ്. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആഡാക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയൊക്കെ എന്താണ് അവർക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ വെബ്സൈറ്റ് ഒന്നും അധികാരം ഇല്ല. ഓക്കെ, അങ്ങനെ ക്രിയേറ്റിവിറ്റി എത്രമാത്രം കൂടും അത്രയും മാത്രം നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ വെബ് ഡെവലപ്മെന്റ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഫുൾ സ്റ്റാക്ക് തന്നെ പഠിക്കാണ്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നോക്കി നിൽക്കാതെ തന്നെ അഡ്വാൻസ് ലെവലിൽ തന്നെ പഠിക്കാണ്ട് ശ്രമിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഗ്രാഫിക് ഡിസൈനിങ്. സോ ഗ്രാഫിക് ഡിസൈനിങ് ഫ്യൂച്ചറിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന സംഭവമാണ്. ബട്ട് കൂടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞതിനൊക്കെ തന്നെ നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ തന്നെ പഠിക്കാണ്ട് ശ്രമിക്കുക. ഈ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ പഠിക്കാണ്ട് ശ്രമിക്കുക. നിങ്ങൾ ബേസിക് ലെവൽ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ആൻഡ് അവർ ലാസ്റ്റ് പേസ്, അതായത് പേസ് 4 ഇന്റേൺഷിപ്പ്. നമ്മൾ ഇന്റേൺഷിപ്പ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സംഭവം മാത്രം നോക്കരുത്, ഓപ്പർച്യൂണിറ്റീസ് ഫ്യൂച്ചറിൽ എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫ്യൂച്ചറിൽ എത്രമാത്രം ഉണ്ട്, സോ അത് നോക്കി വേണം റെഫറൻസ് ലെറ്റേഴ്സിന് നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ഈ ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഗൈസ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. മേ ബി നമ്മുടെ വീഡിയോ തികച്ചും ഡിഫറെൻ്റ് ആണ് തോന്നുന്നു. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഇനി ഇതുപോലെ കണ്ടത് വേണമെങ്കിൽ കമന്റ് ആക്കാണ്ട് മറക്കണ്ട. സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. കറക്റ്റ് 6 months മതി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട്. ആൻഡ് ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൽ മികച്ച അടുത്തേക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.